നമ്മുടെ ഈ പ്രകൃതിയിൽ മനുഷ്യൻ ഉൾപ്പെടെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അതായത് ചെറിയ ഉറുമ്പ് മുതൽ വലിയ മരങ്ങൾ, പക്ഷികൾ ഇല്ലേ, അങ്ങനെ ചെറുതും വലുതുമായി നമുക്ക് കണ്ണിൽ കാണാൻ പോലും പറ്റാത്ത, കണ്ണിൽ കാണാൻ പറ്റുക എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റുന്ന അത്ര സൂക്ഷ്മങ്ങളായിട്ടുള്ള ഒരുപാട് ജീവി വർഗങ്ങളുണ്ട് അല്ലേ. ഈ ജീവികൾ എല്ലാം നമുക്ക് ഉപകാരപ്പെടുന്നവയാണോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നവയാണ്, കുറേയൊക്കെ ഉപദ്രവങ്ങൾ ചെയ്യുന്നവയാണെന്നും പറയാം. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം നമുക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യുന്നവയാണ്. ഇപ്പം നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ഒരുപാട് ശല്യം ചെയ്യുന്ന ഒരു ജീവിയാണ് കൊതുക് അല്ലേ. അപ്പോൾ ആ കൊതുകിനെ നമ്മളെക്കാട്ടിൽ എത്രയോ ചെറിയൊരു ജീവിയാണ് അല്ലേ. നമ്മളൊരു അടി കൊടുത്താൽ തീരാവുന്ന ജീവനേ ഉള്ളവയ്ക്ക് അല്ലേ. എന്ത് കരുതി നമ്മൾ അതിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമുണ്ട്. ഒന്നാമത് നമ്മളെ കുത്തും എന്നുള്ളത്, നമ്മുടെ ശരീരത്തിലെ ചോര ഊറ്റി കുടിക്കും. മാത്രമല്ല തിരിച്ച് നമുക്ക് പലതും തരും ഇല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് ചോര എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പല അസുഖങ്ങളും തരാനും കൂടെ തയ്യാറാണ്. ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ നമുക്ക് കുറേ അസുഖങ്ങൾ തരുന്നു, പകരം നമ്മുടെ കുറച്ച് ചോരയും കൊണ്ട് പോകുന്നു. അപ്പം അവർക്ക് ആ ചോര കൊണ്ട് അവരുടെ ജീവൻ നിലനിർത്തണം, പുതിയ തലമുറയ്ക്കും വേണ്ടി ജീവിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം അല്ലേ. നമുക്ക് ഇങ്ങനൊരു കൊതുകുകൾ നമ്മളെ കടിക്കുകയില്ല, അല്ലെങ്കിൽ കൊതുകില്ലായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കാൻ അനുവദിക്കുക അല്ലേ. നമ്മൾ കൊതുകിനെ പേടിക്കാനും നമ്മൾ കൊതുകിനെ തുരത്താനായിട്ടൊന്നും ചെയ്യുകയില്ല. അതായത് നമ്മുടെ പരിസരം നമ്മൾ വലിയ വൃത്തിയാക്കിയിടാൻ ശ്രമിക്കുകയില്ല അല്ലേ. ഒരു മഴക്കാലത്തിനൊക്കെ മുമ്പ് തന്നെ ആരോഗ്യ പ്രവർത്തകരൊക്കെ എല്ലാ വീടുകളിലും വന്നിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ കമത്തി കളഞ്ഞ്, അല്ലെങ്കിൽ നമ്മളോട് പറയുക അതൊക്കെ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ട് പോകും. പിന്നെ കൊതുകിൻ്റെ ശല്യം കൂടുതലും പുക ഇല്ലേ, പുക സ്പ്രെഡാക്കിക്കൊണ്ടൊക്കെ പോവും. അങ്ങനെ കൊതുകിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ഞാനൊരു ഉദാഹരണം പറയുന്നു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അസുഖം വരും എന്ന് പേടിച്ചുകൊണ്ട് കൊതുകിനെ ഇല്ലാണ്ടാക്കാനും വേണ്ടി നമ്മൾ കുറേ കൂടി വൃത്തിയുള്ളവരായി മാറുന്നുണ്ട് അല്ലേ. ഇതില്ലായിരുന്നെങ്കിലോ നമുക്ക് ആ വൃത്തി അത്രയും കുറഞ്ഞേനെ. പൊതുവേ ഞാൻ പറയുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കൊറോണ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത് കൈ കഴുകുക എന്നുള്ളതാണ് അല്ലേ. നേരത്തെയൊക്കെ നമ്മളിപ്പം കല്യാണത്തിന് പോകും, നമുക്ക് അവിടെ സോപ്പൊന്നും കാണണമെന്നില്ല കൈ കഴുകാൻ അല്ലേ. ചിലപ്പം ചുമ്മാ കൈ കഴുകിയിട്ടായിരിക്കും, ചിലർ കൈ കഴുകാതെ കഴിക്കുന്നവരുണ്ട്. അപ്പം ആ കൈ കഴുകൽ എന്നുള്ളൊരു ശീലം വരുത്തിയത് മാസ്ക് ഉപയോഗിച്ചാൽ പല അസുഖങ്ങളെയും തടഞ്ഞു നിർത്താം എന്ന പോസിറ്റീവായിട്ടുള്ള, നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒരു കാര്യമായി വളർത്തിക്കൊണ്ട് വന്നതൊക്കെ കൊറോണയാണ് അല്ലേ. സാമൂഹികമായിട്ട് അകലം പാലിക്കണം അല്ലേ. ആ വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് നിൽക്കാം. പിന്നെ പരസ്പരം സ്നേഹിക്കാൻ ഇല്ലായ്മ വരുമ്പോൾ എത്ര കാശുള്ളവരാണെങ്കിലും പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ വന്നു അല്ലേ. അതൊക്കെയുള്ള പല കാര്യങ്ങളും ആ കൊറോണയുടെ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഓരോ ജീവികളും ഈ മനുഷ്യർക്ക് തിന്മ മാത്രമല്ല കുറേ നന്മകൾ കൂടി പഠിപ്പിച്ച് തരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സംഭാവനയായിട്ട് നൽകുന്നുണ്ട് അല്ലേ. അതാണ് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇല്ലേ. മറ്റേ ഒരു ശൃംഖലയായിരുന്നു അത്, കറക്റ്റ് ആ വേഡ് ഞാൻ മറന്നുപോയി, ഓർമ്മ വരുമ്പോൾ പറയാം കേട്ടോ. അതായത് പുൽച്ചാടി, തവളയെ തിന്നുന്ന പാമ്പ്, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ.
അത് തന്നെ. അതിൻ്റെ പേര് കറക്റ്റായിട്ട് എൻ്റെ മൈൻഡിലുണ്ട്, പക്ഷേ അതങ്ങോട്ട് കറക്റ്റ് വരുന്നില്ല വാക്ക്. അപ്പം അത് എന്താണ്, ആ ഒരു ചങ്ങല പോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ പല സൂക്ഷ്മജീവികൾ. ഇപ്പം നമ്മൾ തൈര് ഉണ്ടാക്കാൻ പാല് നമ്മൾ ഉറയൊഴിച്ച് വെക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഇതുപോലുള്ള സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് പാല് തൈരായി മാറുന്നത്. സൂക്ഷ്മജീവികളുണ്ടെന്നും പറഞ്ഞാൽ നമ്മളത് കഴിക്കാതിരിക്കുന്നുണ്ടോ? പക്ഷേ ഈ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതായത് നമ്മൾ തൈര് നേരിട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്നവരുണ്ട്. ഇല്ലെങ്കിൽ എന്താണ്, മോരാക്കി കഴിക്കും. അത് നമ്മുടെ വയറിന് വളരെ നല്ലതാണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ ആവശ്യമുള്ള കുറേ ബാക്ടീരിയാസ് ഉണ്ട്, ആവശ്യമില്ലാത്തതുണ്ട്. അപ്പം നല്ലതിനെയൊക്കെ നമ്മൾ വളർത്തുവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ആരും മോശവുമല്ല, ആരും നല്ലതുമല്ല എന്ന രീതിയിൽ ചിന്തിച്ച് പോകുന്നതായിരിക്കാം ഒരുപക്ഷെ നല്ലത്. നമുക്കാവശ്യമുള്ളതിനെ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കുക, അനാവശ്യമായതിനെ നമ്മൾ ഒഴിച്ച് നിർത്തുക. അവ നമ്മളിലേക്ക് വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ദൈവം ഓരോ ജീവികളെയും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ശക്തിയായാലും നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെയുള്ള ഓരോ ജീവികളെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാര്യവും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരിയല്ലേ? അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ.